എന്നാലേ ഇവിടെ ലോക്കപ്പ് മർദ്ദനങ്ങളും പാവങ്ങളുടെ മേൽ കുതിര കയറുന്ന പരിപാടിയും നിർത്തലാക്കാൻ പറ്റും. മാതൃക പോലീസ് സ്റ്റേഷൻ എന്ന് ബോർഡ് വെച്ചതുകൊണ്ടായില്ല, മാതൃകാപരമായി കാര്യങ്ങൾ ചെയ്യുക കൂടി വേണം. ഇല്ലെങ്കിലേ ജനം കയറി മേയുന്ന ഒരു അവസ്ഥയുണ്ടാവും. ആളം മുട്ടിയ ചേരയും കടിക്കുന്നാണല്ലോ പറയുന്നത്. അതിനിട വരുത്തരുത്. അച്ഛാ, അച്ഛനെ ഇവരാരെങ്കിലും ഉപദ്രവിച്ചോ? എന്തെങ്കിലും രീതിയിൽ വേദനിപ്പിച്ചോ? ഒന്നും ചെയ്തില്ല മേഡം. എവിടെയും വിളിച്ചു പറഞ്ഞപ്പോ പിന്നെ നിങ്ങൾ ഒന്നും നോക്കിയില്ല, ആളെ പിടിച്ചങ്ങ് അകത്തിട്ടു അല്ലേ? എവിടെയും വിളിച്ചു പറഞ്ഞത് കള്ളും കഞ്ചാവും കഴിച്ച് കളക്ടറേറ്റ് ആക്രമിച്ചു എന്ന് പറഞ്ഞു കാണും. തോക്കെടുത്ത് തീവ്രവാദിയെ പോലെ വെടിവെച്ച് കൊല്ലാഞ്ഞത് അച്ഛന്റെ ഭാഗ്യം. അച്ഛനെ ഞാൻ കൊണ്ടുപോവാ. വാച്ച. അല്ല മേഡം, എടിഎം എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റാ പറയുന്നത്. കൊണ്ടുപോയിരിക്കും. ADM-നെക്കാളും മുകളിലാ കളക്ടറുടെ സ്ഥാനം. അതറിയില്ലെങ്കിൽ 10 വട്ടം മനസ്സിൽ ഉരുവിട്ട് പഠിക്കും. ഭാവിയിൽ ഉപകാരപ്പെടട്ടെ. ആരെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് ഇതുപോലെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെയൊക്കെ പിടിച്ച് ലോക്കപ്പിൽ തള്ളുമ്പോഴേ അവൻ രോഗിയാണോ, അവൻ ഏത് മാനസികാവസ്ഥയിലാണ് ബഹളം കൂട്ടിയത്, അവന്റെ ജീവിത പ്രശ്നം എന്താണ് എന്നൊക്കെ ഒന്ന് തിരക്കിയിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ അഴിഞ്ഞാട്ടം എടുക്കാൻ. ഇല്ലെങ്കിലേ അഴി എണ്ണേണ്ടി വരും. പഴയ കാലമൊന്നും അല്ലിത്. ഡിജിറ്റൽ എവിഡൻസുകൾ കോടതി ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന സമയമായത്. ഓർത്താ കൊള്ളാം. ശാരദാമ്മ കേൾക്കണം. ആ എടിയമില്ലേ കളക്ടറേറ്റിലെ ആ ഉദ്യോഗസ്ഥൻ വിഷ്ണു വന്നു കഴിയുമ്പോഴേ ആദ്യം തല്ലുന്നത് അവനായിരിക്കും. അവനൊറ്റ ഒരുത്തനാ ഇന്ന് എന്നെ സ്റ്റേഷനിൽ കയറ്റിയത്. രാഘവേട്ട, ആദ്യം വിഷ്ണു ഒന്നിങ്ങോട്ട് വരട്ടെ, എന്നിട്ട് തല്ലും വഴക്കുമൊക്കെ നമുക്ക് സാവകാശം ആലോചിക്കാം. അതുപോരാ, ഇന്നെന്നെ പിടിച്ച പോലീസുകാരനിട്ടും 2 എണ്ണം കൊടുപ്പിക്കണം. എന്തായിരുന്നു പിള്ളേ ഇന്ന് കളക്ടറേറ്റിൽ നടന്നത്? ഇനി അവിടെ നടക്കാത്തതായിട്ട് ഒന്നുമില്ല സത്യാമ്മേ. അത്രയും ബഹളമാ അവിടെ നടന്നത്. കൂടുതലും അവരൊക്കെ തന്നെ ഉണ്ടാക്കി രാഘവൻ സാറിന് അതിൽ മനഃപൂർവ്വം പെടുത്തിയതാ. അങ്ങനെയാ അറിയാൻ കഴിഞ്ഞത്. ബോധമില്ലാതെ ഇങ്ങനെ ഓടി നടക്കുമ്പോ ആർക്കും എന്ത് വേണമെങ്കിലും ആരോപിക്കാമല്ലോ. പിന്നെ വിഷ്ണുവിനെ കാണണ്ടേ? രാഘവേട്ട, അവൻ വരുമ്പോ വരട്ടെ. ഇനിയെങ്കിലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഇതുപോലെ പുറത്തേക്കെങ്ങും പോകാതെ ഇവിടെ എവിടെയെങ്കിലും ഒന്നും ഇരുന്നൂടെ? അല്ല, അപ്പം ഞാൻ നമ്മുടെ വിഷ്ണുവിനെ എങ്ങനെ കാണുന്നേ? അവനെനിക്ക് കാണണം. എനിക്കവനെ അങ്ങനെ ഉപേക്ഷിച്ച് കളയാൻ പറ്റത്തില്ല. എന്റെ മോനാവൻ. പിന്നെ ഞാനിപ്പോ അവനെ തിരക്കിടുന്നുണ്ടല്ലേ ശാലിനി വിഷ്ണുവിനെ കൂട്ടുവരാന്ന് പറഞ്ഞേ. ഒരു പിള്ളേ അവൻ വന്നു കഴിയുമ്പോഴേ ചാടിക്കേറി ഇതൊന്നും പറയുന്നു വേണ്ട. അല്ല പിന്നെ അവരെന്തെങ്കിലും ചെയ്തെന്ന് പറഞ്ഞാലേ അവന് സഹിക്കില്ല. അവരെന്തെങ്കിലുമൊക്കെ ചെയ്തു കളയും. നമുക്കേ സാവധാനം പറഞ്ഞാ മതി കേട്ടോ. ശരി സാറേ, നമുക്കിനി കുറച്ച് സമയം വിശ്രമിക്കാം. എന്നിട്ട് വിഷ്ണുക്കുട്ടി വരുമ്പോ എങ്ങനെയൊക്കെ വേണമെന്ന് പ്ലാൻ ചെയ്യാം. വാ സാറേ. എന്നാ കുറച്ച് കിടക്കാല്ലേ? സാർ എഴുന്നേക്ക്. അത് തന്നെ. ഞാൻ ഉറങ്ങി എണീക്കുമ്പോഴേ വിഷ്ണു വരും. അവൻ വന്നിട്ട് വേണം 4 വർത്താനം പറയാനായിട്ട്. കൊച്ചു കുട്ടിയാണോ ആയാലും. കണ്ടില്ലേ, വിഷ്ണുവിനെ കുറിച്ചുള്ള വേവലാതിയിൽ മനസ്സ് തകർന്ന് നടക്കുക. ആ മനുഷ്യനോട് നമുക്ക് എങ്ങനെ ദേഷ്യപ്പെടാൻ തോന്നുക? വിഷ്ണുവിനെ തിരക്കി കളക്ടറേറ്റ് വരെ പോയി. ഇനി എന്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയെന്ന് ശാലിനി വന്ന് മാത്രം അറിയാൻ കഴിയൂ. എന്റെ ഭഗവാനെ, എങ്ങനെയാ ഞങ്ങളുടെ ഈ കാത്തിരിപ്പിനൊരു അവസാനം ഉണ്ടാവുന്നത്? അവനിതെവിടെയാ? ഞങ്ങള് നിത്യവും കാണുന്നോണ്ടാ ഈ പറയുന്നത്. വീട്ടിൽ നിന്നും സുരുമയോടെ ഇറങ്ങും, വഴിയിൽ വെച്ച് അടിവെക്കും, ബീച്ചിലെത്തുമ്പോ പരസ്പരം അടിവെച്ച് 2 ഭാഗത്ത് ചെന്നിരിക്കും. കുട്ടികള് പാവങ്ങള്, ഇവരിതുവല്ലോ അറിയുന്നുണ്ടോ?
വഴക്കം പിടിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് കുട്ടികളെ നോക്കാൻ സമയമില്ല. അവർക്ക് പരസ്പരം വഴക്കിടാനല്ലേ സമയമുള്ളൂ. ഇനിയെങ്കിലും ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വരുമ്പോ പരസ്പരം വഴക്കിടാതിരിക്കുക. ഞാനീ പറയുന്നത് ഈ കുഞ്ഞുങ്ങളുടെ മനസ്സ് വിഷമിക്കാതിരിക്കാനാ. പാവങ്ങള് ഇവരെന്തു പഴിച്ചു? അതിന് ഞങ്ങള് മേഡം ഒന്നും പറയണ്ട. ഈ കാഴ്ചകളൊക്കെ ഞങ്ങൾ ദിവസവും കാണുന്നതല്ലേ. ഇവിടെ അധികം നിൽക്കണ്ട. തിരക്ക് നല്ല ശക്തി കൂടുതലാ. അതെ, വഴക്കം പിണക്കൊക്കെ വീട്ടിൽ ചെന്നിട്ട് മതി. ഭാഗ്യം കൊണ്ടാ രക്ഷപ്പെട്ടത്. ദേ കടല് കയറി വരുന്നത് കണ്ടില്ലേ? അങ്ങോട്ടെങ്ങാനും ഉരുണ്ടു പോയിരുന്നെങ്കിലോ? മേഡത്തിന്റെ കുട്ടിയാണോ ഇത്? അങ്കിളെ, അങ്കിളിനെ മനസ്സിലായോ? അന്ന് ഹോസ്പിറ്റലിൽ കിടന്നിരുന്ന അങ്കിളല്ലേ? അങ്കിളെ, അങ്കിളിന്റെ അസുഖമൊക്കെ മാറിയോ? മാറി. എന്റെയും മാറി. പിന്നെ അങ്കിളെ, വിഷ്ണുച്ചൻ ഇതുവരെ വന്നിട്ടില്ല. അങ്കിളല്ലേ പറഞ്ഞത് അസുഖം മാറിയ വിഷ്ണുച്ചനെ കണ്ടുപിടിച്ചു തരാന്ന്? പറയങ്കിളെ, വിഷ്ണുച്ചനെ കണ്ടുപിടിച്ചു തരോ? മക്കള് വാ, നമുക്ക് പോവാം. നിക്കമ്മേ, ഈ അങ്കിള് നമുക്ക് വിഷ്ണുച്ചനെ കണ്ടുപിടിച്ചു തരും.